ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് ദുർഗയുടെ പണിയാ, അത് ഉറപ്പാ. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഇവളിവിടെ വന്നതിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായല്ലോ. എങ്ങനെയുണ്ട് അശ്വതിയുടെ കറികൾ? നന്നായിരിക്കുന്നു. നമ്മൾ എടുത്തു ചാടി ദുർഗയും കിരണിനെയും വിരുന്നിന് ക്ഷണിക്കാൻ വല്ലെന്ന് പറയണ്ടായിരുന്നു. അതെന്താ നിനക്കിപ്പോ ഒരു മനമാറ്റം? ആ നശിച്ചവളെ ഇവിടെ കൊണ്ടുവന്ന് സൽക്കരിക്കണം എന്നാണോ? അതല്ല നാത്തൂനെ, നമ്മളിപ്പോ കൂടെ പോയാലും ഇല്ലെങ്കിലും അമ്മയും ദേവേട്ടനും കൂടി അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. അപ്പൊ പിന്നെ നമ്മളും കൂടെ പോയാ അവിടുത്തെ അവസ്ഥ എന്താണെന്നെങ്കിലും അറിയാലോ. അത് ശരിയാണല്ലോ. പൃഥ്വിയുടെ അമ്മയുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ദുർഗയോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് അറിയാം. അതാ ഞാൻ പറഞ്ഞത്, എടുത്തു ചാടി വല്ലെന്ന് പറഞ്ഞത് മണ്ടത്തരമായി പോയിന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന അതുനെ? വരുന്നില്ലാന്ന് ജാട പറഞ്ഞിട്ട് ഇനി പോകാൻ പറ്റുമോ? നാണക്കേടാവില്ലേ ഗിരിജേ? അങ്ങനെ നാണക്കേട് ഓർത്തിട്ട് കാര്യമില്ല. നാളെ അവര് പോകുമ്പോ നമുക്കും കൂടി അങ്ങ് പോകാം. അതിന് അമ്മ സമ്മതിക്കോ? സമ്മതം അനുവാദം ഒന്നും നോക്കാൻ നിക്കണ്ട. നമ്മള് വരുവാന്ന് പറഞ്ഞങ്ങ് ചെല്ലണം. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. എന്റെ മോള് ഇവള് കാരണം കഷ്ടപ്പെടുന്നുണ്ടോന്ന് നോക്കാലോ. അതെ, അത് മാത്രമല്ല, അവിടെ ചെല്ലുന്ന ആ കുറച്ചു സമയം കൊണ്ട് ദുർഗയ്ക്ക് എന്തെങ്കിലും പാര വെക്കാൻ പറ്റുമെങ്കിൽ നമുക്കതും വെക്കണം. ദുർഗയുടെ സ്വഭാവം വെച്ച് അവൾ എല്ലാവരെയും എളുപ്പത്തിൽ അവളുടെ വലയിലാക്കും. അതെ, ഒന്നാമതേ ആ പൂർണ്ണിമയ്ക്ക് അവളെ വലിയ കാര്യം. ആ അവസരം മുതലാക്കിയാണല്ലോ ആ നാശം പിടിച്ചവള് അവിടെ വലിഞ്ഞു കയറിയത്. എന്നാലും എന്റെ നാത്തൂനെ, ഈ നാശത്തിന് എവിടെ നിന്നാ ഇത്രയും ധൈര്യം കിട്ടിയത്? നമ്മുടെ മുമ്പിൽ പേടിച്ച് വിറച്ച് നിന്നവളല്ലേ ഈ പരിപാടി മൊത്തം ഒപ്പിച്ചത്. ഞാൻ പറയാറില്ലേ ഗിരിജെ, അവള് പഠിച്ച കള്ളിയാ. എല്ലാം അവളുടെ അഭിനയമാ. കിരൺ അവളുടെ ആരുമല്ലാന്ന് നമ്മുടെ മുന്നിൽ സത്യം ചെയ്തിട്ട് ഒരു ദിവസം അവനെ കല്യാണം കഴിച്ച് കേറി വന്നില്ലേ? നാശം. ആ തള്ളയുടെ മോളല്ലേ, ആ വിഷയം ഇവളുടെ മനസ്സിൽ നന്നായിട്ട് കാണും. അത് തന്നെ. എന്തായാലും നമ്മൾ ഇവരുടെ കൂടെ തന്നെ ഇന്ദ്രപ്രസ്ഥത്തിൽ പോവുക തന്നെ ചെയ്യും. നാത്തുമാ, മതി. ഇരിക്കെ. ആഹാരം കഴിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത സംസാരവും വഴക്കൊന്നും വേണ്ട പ്ലീസ്. അതൊക്കെ ഞാൻ അശ്വതിയോട് സംസാരിച്ചു, പ്രശ്നങ്ങളൊക്കെ തീർത്തു. ഇപ്പോഴത്തേക്ക് ആഹാരമെല്ലാം ഉണ്ടാക്കിയത് അശ്വതിയാ. ഓ, അപ്പൊ അത് കൊള്ളാം. അപ്പം വഴക്കും പ്രശ്നമൊക്കെ തീർന്ന് സമാധാനമായില്ലയോ? അതെ, കൊള്ളാലോ. രാവിലത്തെ പോലെ തന്നെ നല്ല ടേസ്റ്റ്. നിങ്ങക്ക് രണ്ടുപേർക്ക് നല്ല കൈപ്പുണ്യാണല്ലോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഈ കൈപുണ്യം ഇവരുടെ മുത്തശ്ശിയുടെന്ന് കിട്ടിയതായിരിക്കും അല്ലേ ദുർഗേ? അതെ, മുത്തശ്ശി നന്നായി ഭക്ഷണം ഉണ്ടാക്കും. പക്ഷേ ഇപ്പൊ ഒന്നും ചെയ്യാൻ ഞങ്ങള് സമ്മതിക്കാറില്ല. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് ദുർഗയുടെ പണിയാ, അത് ഉറപ്പാ. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഇവളിവിടെ വന്നതിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായല്ലോ. എങ്ങനെയുണ്ട് അശ്വതിയുടെ കറികൾ? നന്നായിരിക്കുന്നു. എനിക്ക് ഇത്ര നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയായിരുന്നോ? നൈസ്. എനിക്ക് എന്തായാലും ഭാഗ്യമുണ്ട്. ഇനി എന്നും എനിക്ക് നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിക്കാലോ. ഇനി എന്നും ഉച്ചക്കത്തേക്കുള്ള കറികളെല്ലാം അശ്വതി ഉണ്ടാക്കിയാ മതി. അപ്പൊ അവളെനിക്ക് സഹായം ചെയ്തതല്ല, പാര വെച്ചതായിരുന്നല്ലേ. നാശം. കിരണ് കറികളൊക്കെ ഇഷ്ടായെന്ന് തോന്നുന്നു. കുറച്ചുകൂടി ചോറിടട്ടെ? കഴിക്കാം.
ഹലോ. നമ്മുടെ ഡീലേഴ്സ് വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ മരുന്ന് അവരുടെ കയ്യിലെത്തിക്കണം. എത്രയും പെട്ടെന്ന് കൊടുക്കാൻ തന്നെ എനിക്കും താല്പര്യം. എങ്കിൽ പിന്നെ ഇന്ന് രാത്രി തന്നെ കൊടുത്തേക്ക്. നിന്റെ പിന്നാലെ അണ്ടർ കവർ പോലീസ് ടീമുണ്ട്. അതുകൊണ്ട് ശരിക്കും സൂക്ഷിച്ചേ മുന്നോട്ട് നീങ്ങാവൂ. എപ്പോഴാ പണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. ഓയിൽ വാങ്ങാൻ ബോർഡറിൽ പോയപ്പോൾ സംഭവിച്ചത് അറിയാലോ. ഭാഗ്യം കൊണ്ടാ നീ രക്ഷപ്പെട്ടത്. അവന്മാരെ എല്ലാം പിടിച്ച് തോട്ടത്തിന് തീ വിട്ടിട്ടാ പോലീസ് ടീം കാടിറങ്ങി. മനസ്സിലായി, ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ. എന്താ നമ്മുടെ അടുത്ത മൂവ്? പൃഥ്വി പുറത്തിറങ്ങിയ ജെഡിയും കിരണും പൃഥ്വിയെ ഫോളോ ചെയ്തു വരും. അവർക്ക് പിന്നാലെ വരാനായിട്ട് സ്കൂട്ടർ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജെഡിക്കും കിരണിനും ബാക്കപ്പ് കൊടുക്കണം. പൃഥ്വി കണക്ട് ചെയ്യുന്നവർ എത്രത്തോളം അപകടം പിടിച്ചവരാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അത് ശരിയാ. അപ്പൊ വിത്ത് വെപ്പൺസ് നമ്മൾ റെഡി ആയിരിക്കണം. അതെ. അഖിൽ, പൃഥ്വി ഇവിടുന്ന് ഇറങ്ങി. ഞങ്ങളും പിന്നാലെ ഉണ്ട്. പൃഥ്വിയുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് നിങ്ങളും വന്നോളൂ. ഓക്കെ? നേരെ പോയാൽ മതിയല്ലോ. എവിടെയെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ പറയണം. നേരെ തന്നെ പോയാൽ മതി. പൃഥ്വി വരുന്ന എവിടേക്കാണെന്ന് നമുക്കറിയില്ലല്ലോ. തൽക്കാലം ഒരു ഊഹം വെച്ചങ്ങ് പോവാം. റൈറ്റ്.